ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇഷ്ടമെന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ചിപ്പിയുടെ ബർത്ത്ഡേ തന്നെയായിരുന്നു. ആദ്യനെ പോകാൻ ആകാശ് മേനോനും രജനിയും സമ്മതിച്ചില്ല. അങ്ങനെ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് കളഞ്ഞു. അങ്ങനെ ആദ്യനെ റൂമിലാക്കുന്നു. പക്ഷേ ആദ്യം ആരും അറിയാതെ ചിപ്പിയുടെ ബർത്ത്ഡേക്ക് പോവുകയാണ്. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആദ്യം ചിപ്പിയുടെ അടുത്തേക്ക് എത്തുകയാണ്. അങ്ങനെ ചിപ്പിയുടെ ഫ്രണ്ട്സ് ചോദിക്കുക, ആദ്യം ഗിഫ്റ്റൊന്നും കൊണ്ടുവന്നില്ലേന്ന് ചോദിക്കുക. അപ്പോൾ ആദ്യയുടെ മുഖമൊക്കെ ഭയങ്കര ഇതായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇഷിത ശ്രദ്ധിക്കുന്നുണ്ട്. ഇഷിത മോനോട് പറയും വാ മോനെ എന്ന് പറയും. അപ്പോൾ എന്താണെന്ന് ചോദിക്കും, വാ എന്ന് പറയും. അങ്ങനെ ഇഷിത ചോദിക്കുക എന്താ മോനെ പറ്റിയെന്ന് ചോദിക്കുക. അങ്ങനെ നമ്മുടെ ആദ്യം എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ഇങ്ങനെ ചിപ്പിക്ക് മേടിച്ച ഗിഫ്റ്റ് ആകാശ് മേനോനും ചവിട്ടിക്കളഞ്ഞെന്നും ഒക്കെ പറയുകയാണ്. അപ്പോൾ പറയും മോനൊരു ഗിഫ്റ്റ് പോരെ, അത് ഇഷിതാമ്മ തരാമെന്നും പറഞ്ഞിട്ട് ഇഷിത വാങ്ങിയൊരു മോതിരം ആദിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം പറയുകയാണ് ഇത്രയും വിലപിടിപ്പുള്ള സാധനമോ അവർ ചോദിക്കില്ല എങ്ങനെ മേടിച്ചത്, അത് പോക്കറ്റ് മണി കൊണ്ട് മേടിച്ചെന്ന് പറഞ്ഞാൽ മതി. മോൻ ജോലിയൊക്കെ വാങ്ങി കഴിയുമ്പോൾ ഇഷിതാമ്മയുടെ കടം വീട്ടിയാൽ മതി, ഞാനിത് ആരോടും പറയില്ല എന്ന് പറയുന്നു. ഇത് മോൻ പോക്കറ്റിൽ വെച്ചോ എന്ന് പറയുന്നു. അങ്ങനെ ആദ്യം ഇത് പോക്കറ്റിൽ വയ്ക്കുന്നതിന് ചിരിച്ചുകൊണ്ട് വരാൻ പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ചിപ്പി കേക്ക് കെട്ടുന്ന സമയത്ത് പുറത്തൊരു കോളിംഗ് ബെല്ല് കേൾക്കും. അപ്പോൾ നമ്മുടെ വേറെ ആരുമല്ല, അത് രചനയാണ്. രചന വന്ന് വീണ്ടും ആദ്യം വഴക്ക് പറയുകയാണ്, ചിപ്പിനെ വഴക്ക് പറയുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നൊക്കെ പറയുന്നു. അപ്പം ചിപ്പി പറയുന്നു ഈ കേക്ക് കട്ട് ചെയ്യാതെ ഞാൻ ആദിച്ചേട്ടനെ വിടില്ല എന്ന് പറയുന്നു. അങ്ങനെ ആദ്യമായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുന്നു. കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ രചനയെ എല്ലാവരും ഒഴിവാക്കി നിർത്തുകയാണ്, അവോയ്ഡ് ചെയ്യുകയാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് അമ്മയ്ക്ക് കൊടുക്കും മോളെ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിപ്പി കൊടുക്കുന്നത് ഇഷിതയ്ക്കാണ്. അപ്പം രചനയ്ക്ക് അത് കുറച്ച് ഇതൊക്കെ ഒരു വിഷമമൊക്കെ വരുന്നുണ്ട്. കാരണം സ്വന്തം മകൾ തന്നോട് കാണിക്കാത്ത സ്നേഹം ഇഷിതയോട് കാണിക്കുമ്പോഴുള്ള ഇത്. അങ്ങനെ എല്ലാവരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ ആദ്യ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നു. അത് കാണുമ്പോൾ നമ്മുടെ ചിപ്പിക്ക് വളരെ സന്തോഷമാവുന്നു. അങ്ങനെ ഗിഫ്റ്റും എല്ലാം ഇത് ചെയ്തതിന് ശേഷം ആ സമയത്ത് എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് മടങ്ങാം എന്നുള്ള രീതിയിൽ എല്ലാവരും ഫുഡ് ചെയ്യും. നമ്മുടെ രചന താഴേക്ക് പോവുകയാണ്. പുറകെ ഇഷിതയും പോകുന്നു. അങ്ങനെ ഇഷിതയോടും നമ്മുടെ രചന തട്ടി കയറുകയാണ്. നീ കാരണമാണ് എൻ്റെ മക്കളെ എന്നിൽ നിന്ന് അകറ്റിയത് എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അതുമല്ല കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രചനയെ പൂർണ്ണമായിട്ടും എല്ലാവരും അവോയ്ഡ് ചെയ്യുകയാണ്. രചന എന്താ പറയുക, അവരുടെ ആരുമല്ലാത്തൊരു രീതിയിലാണ് എല്ലാവരും പെരുമാറിയത്. അപ്പോൾ രചനയ്ക്കത് സങ്കടമാകുന്നുണ്ട്. എങ്കിലും ഇതൊക്കെ രചനയുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇഷിതയോടുള്ള ദേഷ്യം വൈരാഗ്യം എല്ലാം ഇങ്ങനെ കൂടി വരികയാണ്. അന്നേരം രചന പറയുന്നുണ്ട്, നീയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയത്, നിന്നെ ഞാൻ ശരിയാക്കല്ല, നിന്നെ കൊല്ലും എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ ഇഷിത പക്ഷേ അതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇഷിതയും അങ്ങോട്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ആദ്യം വലിച്ചുകൊണ്ട് നമ്മുടെ രചന പോവുകയാണ്. പക്ഷെ ആദിയുടെ ഉള്ളിൽ എന്തായാലും ഇഷിതയോടൊരു സ്നേഹമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇഷിത വീണ്ടും ആദിയുടെ അടുത്ത് അതിനിടയിൽ പറയുന്നുണ്ട്, അമ്മയും മക്കളും തമ്മിലുള്ള കാര്യം വേറൊരാൾ അറിയില്ല, അതുകൊണ്ട് മോൻ വിഷമിക്കേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇഷിതയോട് പ്രത്യേക ഒരു സ്നേഹം നമ്മുടെ ആദിക്ക് വരുന്നുണ്ട്. ഇതാണ് എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ ബൈ താങ്ക് യു.